അപ്പോൾ കുട്ടികളെയും നമ്മുടെ കുഞ്ഞു ബേബൂസിൻ്റെ നെയിമിംഗ് സെറമണി ഒക്കെ ഇങ്ങ് ആകാറായി കേട്ടോ. അപ്പോൾ അതൊന്ന് കളറാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സ് എടുക്കൽ എന്നുള്ള ഉദ്ദേശമായിട്ടാണ് ഇന്ന് നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതറിഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. പുള്ളിക്കാർ രാവിലെ തൊട്ടേ ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. കരച്ചിലെന്ന് പറഞ്ഞാലും പോരാ, അമ്മ അതൊരു കരച്ചിലായിരുന്നു ഗൈസ്. പക്ഷേ നമുക്ക് ഡ്രസ്സ് എടുക്കാതിരിക്കാൻ പറ്റത്തില്ല. ഏകദേശം ഇന്ന് ഒരാഴ്ച മാത്രമേ ബാക്കിയുള്ളൂ. അതൊക്കെ സ്റ്റിച്ച് ചെയ്ത് കിട്ടുമ്പോഴത്തേക്കും നല്ല രീതിയിൽ സമയം പിടിക്കും. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരാഗിലാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല അഫോർഡബിൾ റേറ്റിൽ നല്ല കളക്ഷൻസ് ഒക്കെ ഇവിടെ കിട്ടും കേട്ടോ. ഡ്രസ് മെറ്റീരിയൽസ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട 1-2 ഐറ്റംസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കായംകുളം സ്വപ്ന സിൽക്സിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ കുഞ്ഞാവ അന്നത്തെ ദിവസം സാരി ഉടുക്കാൻ വേണ്ടിയിട്ടാണ്, അതായത് സെറ്റ് സാരി ഉടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ നേരെ സെറ്റ് സാരിയുടെ സെക്ഷനിലോട്ട് തന്നെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അത് നല്ല അഫോർഡബിൾ റേറ്റിൽ. അവർക്ക് അങ്ങനെ ഒന്നും ഇഷ്ടപ്പെടാത്തൊരു വൃത്തിയായിട്ട സ്വഭാവമുള്ള കുട്ടിയാണ്, പക്ഷെ അവൾക്ക് ഇഷ്ടപ്പെട്ട കേസ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് സെറ്റ് സാരി എടുത്തിട്ട് അവൾക്കുള്ള ബ്ലൗസ് പീസ് തപ്പിയിട്ട് സിയയിലാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അവൾക്ക് പിന്നെ സിയ വിട്ടൊരു കളിയില്ല കേസ്. അവളുടെ എൻഗേജ്മെന്റ് തുടങ്ങി കല്യാണം ദാ ഇപ്പൊ കൊച്ചിന്റെ 28 കെട്ട് വരെ നമ്മൾ സിയയിലാണ് കേട്ടോ അവളുടെ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡ്രസ്സ് മാത്രമല്ല, ലേസ് വർക്ക് ചെയ്യാനുള്ള മെറ്റീരിയൽസ് നമ്മൾ അവിടുന്ന് തന്നെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പർച്ചേസിംഗ് ഒക്കെ ഒരു പരുവത്തിനൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. വീട്ടിൽ ചെന്നിട്ട് വേറൊരു പരിപാടിക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്നോവയുടെ ടെയിൽ ലാമ്പിന്റെ കളർ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. അതായത് സംഭവം വേറൊന്നുമല്ല, നമ്മുടെ ടെയിൽ ലാമ്പിന്റെ പുറത്തൂടെ ദാ ഈ കാണുന്ന ബ്ലാക്ക് സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ഒരു സ്മോക്കി ലുക്ക് കൊടുക്കുന്ന പരിപാടി, അതായത് ഡ്യൂപ്ലിക്കേറ്റ് ടെയിൽ ലാമ്പ് എന്നും പറയാം. ഇനിയിപ്പോ ഒരു പുതിയ ടെയിൽ ലാമ്പ് വെക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്കൊരു 10, 13, 14,000 രൂപയുടെ ചെലവുണ്ട് ഗൈസ്. ഇതാകുമ്പോഴത്തേക്ക് 1,500 രൂപയ്ക്ക് പരിപാടി സെറ്റ്. ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ശരിക്കും ഞാൻ വിചാരിച്ചെന്താണെന്നറിയോ, ഇത്രയും ക്യാഷ് മുടക്കി വെക്കുന്ന ടെയിൽ ലാമ്പിന്റെ എഫക്ട് ഈ ഒരു ഒറ്റ സ്റ്റിക്കർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതല്ലേ നല്ലത്. ഇതൊരു കുറുക്കുവഴിയാണ്, വേണമെങ്കിൽ ഇത് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ടെയിൽ ലാമ്പ് തന്നെ വെക്കാം കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ ബൈ.